ഒന്ന് അത്തൗബ, രണ്ട് അൽ ഇസ്തിഗ്ഫാർ, മൂന്നാമത്തേത് അൽ ഹസനാത്തുൽ മാഹിയത്തുൽ ലിദ്ദുനൂബ്. ഈ മൂന്ന് കാര്യങ്ങളും ആര് തന്നെ ചെയ്യേണ്ടതാണ്? ഒരു അബ്ദ് അയാൾ തന്നെ ചെയ്തിരിക്കേണ്ടതാണ്. പാപം ചെയ്തൊരു മനുഷ്യന് ആ പാപത്തിന്റെ ശർറിൽ നിന്ന് വിഖായത്ത് രക്ഷ കിട്ടാൻ അയാളായിട്ട് ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ്. അതിനുള്ള പരിഹാരങ്ങൾ അത്തൗബത്തു വൽ ഇസ്തിഗ്ഫാറു വൽ ഹസനാത്തു വൽ മാഹിയത്തുൽ ലിദ്ദുനൂബ്. പിന്നെയുള്ള മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് അയാൾക്ക് കിട്ടാനുള്ളതാണ്. അതിൽപ്പെട്ട കാര്യമാണ് ഒന്ന് ദുആഉൽ മുഅ്മിനീൻ, ഇഹ്ദാഉഹും ലഹു അൽ അമലസ് സാലിഹ്. സാലിഹായ അമലുകൾ ശറഅ് അനുശാസിക്കുന്ന തരത്തിൽ, അനുവദിക്കുന്ന തരത്തിലുള്ള സാലിഹായ അമലുകൾ ഹദിയ ചെയ്യൽ. അതിനുശേഷം പിന്നെ മൂന്നാമത്തേത് പറഞ്ഞത് ഷഫാഅത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ ഷഫാഅത്തിന് അള്ളാഹു അനുവദിക്കുന്ന മറ്റുള്ളവരുടെയും ഷഫാഅത്തുകൾ, അത് മുഖേനയും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പോ അത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടേണ്ടതാണ്. പിന്നെ 4 കാരണങ്ങൾ കൂടിയുണ്ട്. ആ 4 കാരണങ്ങൾ അള്ളാഹു തന്നെ ചെയ്തു തരുന്നതാണ്. അതിൽ ദുനിയാവിൽ ഒരു മനുഷ്യന് സംഭവിക്കുന്ന, ബാധിച്ചുകൊണ്ടിരിക്കുന്ന മുസീബത്തുകൾ, ദുരിതങ്ങളാണ്. ആ ദുരിതങ്ങളിലൂടെ അയാളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും അയാളുടെ മൻസിൽ അള്ളാഹു ഉയർത്തിക്കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ബർസഖിയായ കാലഘട്ടത്തിൽ ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ശിക്ഷകൾ, പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിലൂടെ കുറേയധികം പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹദീസിൽ, സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് അടുത്തേത്. പിന്നെ 9ാമത്തേത് ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾക്കിടയിൽ അള്ളാഹു വിധി തീർപ്പ് നടത്തുന്നതിനിടയിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന അറസാത്തുൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ വിവിധ സന്ദർഭങ്ങളിൽ, വിവിധ വേദികളിൽ വെച്ച് ഓരോ മനുഷ്യനും അനുഭവിക്കേണ്ടി വരുന്ന കുറെ ദുരിതങ്ങൾ, ആ ദുരിതങ്ങളെ മുൻനിർത്തിയിട്ട് ഓരോ മനുഷ്യന്റെയും ഒരുപാട് പാപങ്ങൾ അള്ളാഹു വിട്ടുകൊടുക്കും. ഇതാണ് 9ാമത്തേത്. 10ാമത്തേത് പറയപ്പെടാവുന്ന ഇത്തരം കാരണമൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ഫള് കൊണ്ടും, തനിച്ച ഫള് കൊണ്ടും റഹ്മത്ത് കൊണ്ടും അള്ളാഹു ചിലർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇതാണ് 10ാമത്തെ കാര്യം. ഈ 10 കാര്യങ്ങളാണ്